നമ്മൾ മനുഷ്യരായതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിൽ തോൽവികൾ, പരാജയങ്ങൾ സംഭവിച്ചേക്കാം. ഒരു പരാജയവും ഒരു തോൽവിയും അവസാനം അല്ല. ദൈവത്തിലുള്ള ആശ്രയം എത്രത്തോളം നമ്മുടെ മേൽ വർദ്ധിക്കുമോ അത്രത്തോളം ആ പരാജയങ്ങളിൽ നിന്ന് നമുക്ക് പുറത്തു വരാൻ സാധിക്കും. നിങ്ങൾ മനുഷ്യരുടെ മുമ്പിൽ കരയരുത്. ഒരു മനുഷ്യരുടെ മുമ്പിലും, ആവശ്യങ്ങളുടെ മുമ്പിൽ, സാഹചര്യങ്ങളുടെ മുമ്പിൽ കരയരുത്. നിങ്ങൾ കരയേണ്ടത് ദൈവത്തിന്റെ ഹൃദയത്തോട് ചേർന്ന് പിതാവിന്റെ മുമ്പിൽ മാത്രമേ കരയാ. കണ്ണുനീര് ജയമാണ്. തോറ്റവൻ കരഞ്ഞ, പരാജയപ്പെട്ടവൻ ദൈവത്തിന്റെ മുമ്പിൽ കരഞ്ഞ നിന്നെ ജയിപ്പിക്കുന്നു. നിന്നെ ആർക്കും തോൽപ്പിക്കാൻ കഴിയാത്ത, ആരാലും നിന്നെ അകറ്റി മാറ്റി നിർത്താൻ കഴിയാത്ത ജയത്തിന്റെ വജ്രായുധമാണ് നിന്റെ കണ്ണുനീർ. നിനക്ക് ദൈവത്തിന്റെ മുമ്പിൽ പോയി കുറച്ചു നേരം കരയാൻ പറ്റും. ആ സാന്നിധ്യത്തിന്റെ മുമ്പിൽ ഞാൻ പറയുന്ന കടം വന്ന്, രോഗം വന്ന്, തകർച്ച വന്ന് കരയുന്ന സാഹചര്യത്തിന്റെ മുമ്പിൽ കരയുന്നവരെ കുറിച്ചല്ല. നിനക്ക് ദൈവത്തിന്റെ മുമ്പിൽ അടച്ചിട്ട മുറിയിൽ ദൈവ സാന്നിധ്യത്തിന്റെ മുമ്പിൽ നിനക്ക് കരയാൻ പറ്റും. നിന്നെ തോൽപ്പിക്കാൻ ലോകത്തൊരു ശക്തിക്ക് സാധ്യമല്ല. മാനസാന്തരപ്പെടാൻ പറ്റുമോ? നിന്നെ തോൽപ്പിക്കാൻ ആർക്കും സാധ്യമല്ല. താഴ്മ ധരിക്കാൻ കഴിയുമോ? നിന്നെ താഴ്ത്തിക്കളയാൻ ആർക്കും സാധ്യമല്ല.